ഡ്രാഫ്റ്റ് കൗണ്ട് ഡെമോ വീഡിയോ എങ്ങനെ ഡ്രാഫ്റ്റ് കൗണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് അറിയുവാനായി ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യമായി നമ്മൾ അഡ്മിൻ ഏരിയയിലാണ് പോകുന്നത്. അഡ്മിൻ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകുന്നതാണ്. സെറ്റിങ്സിൽ നമുക്കിവിടെ ഹൗ ടു എന്നുള്ളൊരു ബട്ടൺ കാണാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രാഞ്ച് നെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ പ്രിന്റ് തീംസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇൻവോയ്സ് റെസീറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ തീംസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രിന്റ് ചെയ്യാനുള്ള തീംസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലോഗോ സെറ്റിങ്സ്, ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്ക് നമ്പർ അതുപോലെ QR കോഡ് നമുക്ക് ആഡ് ചെയ്യാനാണ്. പ്രിഫറൻസ് നമ്മൾ ഇവിടെ നമ്മുടെ പ്രിഫറൻസ് ഇനീഷ്യൽ സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ഹൗ ടു എന്നുള്ള ആ ലിങ്കിൽ കാണിച്ചു കഴിഞ്ഞു. സെയിം പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഇൻവോയ്സിൻ്റെ പ്രിഫിക്സ് IV നമ്മൾ ഡ്രാഫ്റ്റ് കൗണ്ടിന് TCIV എന്നോ അല്ലെങ്കിൽ ഒരു ഫ്ലൈവേ FYIV എന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. RVക്കും അതുപോലെ തന്നെ PVക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, സിഗ്നേച്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മുടെ ഇൻവോയ്സിന് താഴെ നമുക്ക് സിഗ്നേച്ചർ കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററീസ് കാണാൻ കഴിയും. ഹിസ്റ്ററി നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ IPയിൽ നിന്നാണ്, ഏതൊക്കെ ലോഗിൽ നിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ക്യാഷ് ബുക്ക് റിപ്പോർട്ടാണ് കിട്ടുന്നത്. 1 നവംബർ ടു 1 ഡിസംബർ എന്ന് വെച്ചാൽ ആ ഒരു മാസത്തെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ദിവസത്തെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ഈച്ച് ചെക്കോ കാർഡോ എന്തൊക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ്, ആ പേയ്മെൻറ്റ് മോഡൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ബാറിന് താഴെയായിട്ട് ഇൻവോയ്സ്, റെസിപ്റ്റ്, പേയ്മെൻറ്റ്, റീഫണ്ട്, PLB, ഇൻസെൻറ്റീവ്സ്, ജേർണൽ എൻട്രി, കോൺട്രാ എൻട്രി, എക്സ്പെൻഡിച്ചർ, അതർ ട്രാൻസാക്ഷൻ എന്നിവ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. മാസ്റ്ററിൽ ലെഡ്ജർ ക്രിയേഷൻ, സർവീസ് ക്രിയേഷൻ, എയർലൈൻ ക്രിയേഷൻ, എക്സ്പെൻഡിച്ചർ, യൂസർ റോൾസ്, യൂസർ പെർമിഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സാലറി ആഡ് ചെയ്യാൻ HR-ലുണ്ട്. റിപ്പോർട്ട്സ് വരികയാണെങ്കിൽ റിസീവബിൾ റിപ്പോർട്ട്, പേയബിൾ റിപ്പോർട്ട്, വർക്ക് ഇൻ റിപ്പോർട്ട്, എയർലൈൻ വൈസ് റിപ്പോർട്ട്, ടാക്സ് റിപ്പോർട്ട്, പ്രോഫിറ്റ് റിപ്പോർട്ട്, എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് എന്നിവ എടുക്കാൻ കഴിയും. വാട്സപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്ത് ടെംപ്ലേറ്റ് ആഡ് ചെയ്യാനും ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മളുണ്ട്. വാട്സപ്പ് ഹിസ്റ്ററീസ്, നമ്മുടെ അയച്ച മെസ്സേജുകൾ, സെൻഡ് ആയത്, ഫെയിൽ ആയത്, പെൻഡിങ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇൻവോയ്സ് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇൻവോയ്സ് ലിസ്റ്റിൽ നമുക്ക് അതിൻ്റെ എഡിറ്റ് അതുപോലെ തന്നെ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയും. ഇതിവിടുന്ന് നമുക്ക് വാട്സപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കാം. QR കോഡ് ഇവിടെ കൊടുക്കാം, ബാങ്കിൻ്റെ പേയ്മെൻറ്റിനുള്ളത്. അതേപോലെ ബില്ലിലുള്ള QR കോഡ്, അതായത് ഈ ബില്ലിന് റിലേറ്റഡ് ആയിട്ടുള്ള QR കോഡ് ഇതിനകത്തുണ്ട്. ചെയ്ത സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് നമ്മൾ ബില്ല് ചെയ്ത അവരുടെ ഡീറ്റെയിൽസ്, GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. അതേ രീതിയിൽ തന്നെ റെസീറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. റെസീറ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ കഴിയും. എഡിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇൻവോയ്സ് ചെയ്യാനായിട്ട് ആഡ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുക. ആഡ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്ത് മെയിൻ ബ്രാഞ്ച്, ഇതിപ്പം നമ്മൾ ഏത് ബ്രാഞ്ചസിനാണ്, ഇതിപ്പോൾ അഡ്മിൻ ലോഗിൻ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ബ്രാഞ്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ബ്രാഞ്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴെ ഇൻവോയ്സ് നമ്പർ വന്നു കഴിഞ്ഞു. ഇൻവോയ്സ് ഡേറ്റ്, അതുപോലെ തന്നെ ഇൻവോയ്സിൻ്റെ ഡ്യൂ ഡേറ്റ്, എപ്പോഴാണ് ആ പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ആവുന്നത് അതുകൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ചില കമ്പനീസിന് നമ്മളൊരു 30 ഡേയ്സിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ 30 ഡേയ്സ് കഴിഞ്ഞാലാണ് ഇത് ഡ്യൂ ആവുള്ളൂ. കസ്റ്റമർ, വാക്കിന്, സപ്ലയർ, സ്റ്റാഫ്, കമ്മീഷൻ ഏജൻറ്റ്, ഇങ്ങനെ നമുക്ക് എല്ലാവരിലേക്കും ഇൻവോയ്സ് റേസ് ചെയ്യാൻ കഴിയും. സംടൈംസ് നമ്മുടെ ഏതെങ്കിലും ഒരു സപ്ലയർ നമ്മളിൽ നിന്നൊരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമുക്ക് നേരിട്ട് അവരിലേക്ക് ഇൻവോയ്സ് ചെയ്യാൻ കഴിയും. വാക്കിന് നമുക്ക് ആവശ്യമില്ലാതെ, എല്ലായ്പ്പോഴും ആവശ്യം വരാത്ത ആളുകൾ, ചിലപ്പോൾ വൺ ടൈം അല്ലെങ്കിൽ ഒരു ബസ് ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സർവീസസ് മാത്രം എടുത്ത് പോകുന്ന ആളുകളുടെ ഡാറ്റ നമ്മൾ ഒരു കസ്റ്റമർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് വാക്കിനായിട്ട് ജസ്റ്റ് മൊബൈൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ സാധനം ഇൻവോയ്സ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതിൽ ഒരു കണ്ടീഷൻ ഉള്ളത്, നമുക്ക് വാക്കിൻ അടിക്കുന്ന ആളുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയില്ല. സെയിം ടൈം പേയ്മെൻറ്റ് നമ്മളതിൻ്റെ കളക്ട് ചെയ്യേണ്ടി വരും. റെസീറ്റും കൂടെ ഒന്നിച്ച് തന്നെ റേസ് ചെയ്യേണ്ടി വരും. കസ്റ്റമറാണ്, നമുക്ക് കസ്റ്റമറെ ചൂസ് ചെയ്യാം. കസ്റ്റമർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് കസ്റ്റമർ അതിൽ ക്രിയേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്.
അതുപോലെ നമ്മൾ ഏത് ഏജൻ്റാണ് ഏതെങ്കിലും ഒരു റെഫറൻസ് വന്നാണ് ഒരു ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ഒരാളുടെ കെയർ ഓഫിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവരെ നമ്മളൊരു കമ്മീഷൻ ഏജൻ്റായി ക്രിയേറ്റ് ആക്കിയിട്ട് അവരിലേക്ക് നമുക്ക് ഇൻവോയ്സിന് അതിൻ്റെ പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ സ്റ്റാഫിനെ ചൂസ് ചെയ്യാൻ പറ്റുകയാണ്. ഏത് സ്റ്റാഫാണ് ആ സ്റ്റാഫിനെ ചൂസ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് ആണെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് അടിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ്, മിസ്സലേനിയസ് ഇത് രണ്ടുമാണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാകുന്നത്. ടൂർ പ്ലസ് എന്നുള്ളത് ടൂർ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻവോയ്സ് തന്നെ നമുക്ക് നോർമൽ യാട്ട കാരിയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എയർലൈൻ നമുക്ക് കാണിക്കും. ഇൻ കേസ് എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ ഇൻഡിഗോ പോലുള്ള ലോ കോസ്റ്റ് കാരിയേഴ്സ് ആണെങ്കിൽ ആ ലോ കോസ്റ്റ് കാരിയേഴ്സിൻ്റെ 2 ലെറ്റർ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ എയർലൈൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതാണ്. പിന്നെ അവരുടെ ടിക്കറ്റ് നമ്പർ കൊടുക്കാം, പാസഞ്ചർ നെയിം കൊടുക്കാം, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം. നമ്മൾ ഏത് സപ്ലയറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കാം. ബൈയിങ് പ്രൈസ് നമുക്ക് ബേസിക് ഫെയർ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല നേരിട്ട് ബൈയിങ് പ്രൈസ് മാത്രമാണെങ്കിൽ നമുക്ക് ബൈയിങ് പ്രൈസ് മാത്രം കൊടുക്കാം. ദെൻ സെല്ലിംഗ് പ്രൈസ് നമ്മളൊരു 12,000 ആണ് 12,000 കൊടുക്കാം. ടാക്സബിൾ മാർജിനാണ് ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് മാർജിൻ എത്ര വെച്ചാൽ അത്. ഇതിൽ നമുക്ക് GST ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് GST ക്ലിക്ക് ചെയ്ത് CGST, SGST കൊടുക്കാം. ഇതിപ്പോൾ SGST ആണെങ്കിൽ CGST കൊടുത്തില്ല IGST ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഇതിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ സർവീസ് ചാർജിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഇതിൽ നിന്ന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമുക്ക് ഈ ഒരു എമൗണ്ടിന് മേലെ അതായത് 1000-ന് മേലെ 1180 ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ GST എക്സ്ക്ലൂഡ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നോർമലി സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ 1000 രൂപയിലുള്ളിലാണ് GSTയും കൂടെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സർവീസ് ചാർജും ഇതിൻ്റെ ടാക്സും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും സർവീസസ് ഒരേ സമയത്ത് ഇൻവോയ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷോ ബാങ്കോ ചെക്കോ കാർഡോ ഈവൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണെങ്കിൽ അതോ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഈ രീതിയിൽ കിട്ടുന്നതായിരിക്കും. പ്രിൻ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 രൂപ നമ്മൾ സർവീസ് മാർജിൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും 847.46 ആണ് സർവീസ് ചാർജ് ആയിട്ടും ബാക്കി ടാക്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി റെസീറ്റ് ആഡ് ചെയ്യാനായിട്ട് ആഡ് റെസീറ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് റെസീറ്റ് ക്ലിക്ക് ചെയ്തു, നമ്മൾ ചൂസ് ചെയ്തു. അതിൽ കസ്റ്റമറോ സപ്ലയറോ ഏതാച്ചാലും അത് ചൂസ് ചെയ്തതിന് ശേഷം അവരെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എക്സിസ്റ്റിംഗ് പെൻഡിങ് കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്കിവിടെ കാണും. ഇൻ കേസ് നമുക്ക് ഒരാൾ വന്ന് ആ സർവീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണ് അഡ്വാൻസ് റെസീറ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷോ ചെക്കോ ബാങ്കോ ഏതായാലും നമുക്ക് ചൂസ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഡ്വാൻസ് റെസീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിന് നമുക്ക് പിന്നീട് നമ്മുടെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ സപ്ലയേഴ്സിനോ കസ്റ്റമർക്കോ എല്ലാവർക്കും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഒന്നുകിൽ അഡ്വാൻസ് റെസീറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം അല്ലെങ്കിൽ റീഫണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സപ്ലയർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, നിർബന്ധമില്ല. എമൗണ്ട് അടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റാഫിന് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണിക്കുന്നതാണ്. കമ്മീഷൻ ഏജൻസിനും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതേപോലെ റീഫണ്ട് വളരെ സിമ്പിളാണ്. നമുക്ക് 2 രീതിയിൽ റീഫണ്ട് ചെയ്യാം. അതായത് നമ്മുടെ ഈ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേയുള്ള ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഇൻവോയ്സ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ സംഭവം നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ഓൾഡ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ മെയിൻ ബ്രാഞ്ച് ചൂസ് ചെയ്തു, കസ്റ്റമർ ആരാണെന്ന് ചൂസ് ചെയ്തു, സപ്ലയർ ആരാണെന്ന് ചൂസ് ചെയ്തു, എത്രയാണ് റീഫണ്ട് ഫ്രം, റീഫണ്ട് മാർജിൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അല്ല നമ്മളുടെ അടുത്ത് ഓൾറെഡി ഉള്ള കേസ് ആണെങ്കിൽ നമ്മളിവിടെ വന്നു നേരെ ബ്രാഞ്ച് ചൂസ് ചെയ്തു, ഇൻവോയ്സ് നമ്പർ ഏതാ വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്തു. ആ ഇൻവോയ്സ് നമ്പറിനകത്തുള്ള ഇൻവോയ്സസ് എന്തൊക്കെയാണ് അത് ചൂസ് ചെയ്തു. അതിൽ 1300 എമൗണ്ട് ഉണ്ടായിരുന്നത്. അതിൽ ബാലൻസ് ടു പേ 0 ആണ്. റീഫണ്ട് ഫ്രം സപ്ലയർ അതിൽ എമൗണ്ട്
1200 ആണ്, 1200 കൊടുത്തു. റീഫണ്ട് മാർജിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റീഫണ്ട് മാർജിൻ എന്നുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി 1200 വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്നും 100 രൂപയും കൂടെ കട്ട് ചെയ്തിട്ട് 1100 രൂപ മാത്രമേ സപ്ലയർ കൊടുക്കുന്നു കസ്റ്റമർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇതിൽ 1100 പേയബിൾ ആയിട്ട് കാണിക്കും കേട്ടോ. ഇനി നമ്മൾ ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് സ്വാപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് ജേണൽ എൻട്രി. അടുത്തതായി കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും നമുക്ക് കയ്യിലുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതുപോലെ എക്സ്പെൻഡിച്ചേഴ്സ് വേണമെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആർക്കാണ് പേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. മോഡ് ഓഫ് ഏതിതാണ് എക്സ്പെൻഡിച്ചർ ആണെന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മാച്ച് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇൻ കേസ് നമ്മളിൽ നിന്ന് ഒരാൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തു, റീഫണ്ട് ആയതിനു ശേഷം നമുക്ക് വീണ്ടും അയാൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റീഫണ്ട് ചൂസ് ചെയ്തിട്ട് ഏതാണ് ഇൻവോയ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഫണ്ട് ആ ഒരു ഇൻവോയ്സിനെ മാച്ച് ചെയ്ത് പോകുന്നതാണ്. അതേപോലെ അഡ്വാൻസ് റെസീപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് മാച്ച് ചെയ്യാം. സെറ്റിൽമെൻറ്റ് നമ്മൾ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലുള്ള എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മൾ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടാവാം, പേയ്മെൻറ്റ് ഗേറ്റ്വേ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ വന്ന ഫണ്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിലേക്കാണോ വന്നത് അതിൽ എത്രയാണ് ചാർജസ് ആഡ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ കൊടുത്തിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതേ രീതിയിൽ തന്നെ കാർഡിനും ചാർജസ് ആഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെഡ്ജർ റിപ്പോർട്ടിൽ നമുക്ക് എല്ലാ ലെഡ്ജേഴ്സിൻ്റെ റിപ്പോർട്ട്സ് എടുക്കാൻ കഴിയുന്നതാണ്. സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഓരോ ദിവസത്തെ സെയിൽസ് നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. ഡേ ബുക്ക് റിപ്പോർട്ട് ഉണ്ട്. ഒരു ദിവസത്തെ കംപ്ലീറ്റ് റിപ്പോർട്ട്സ് നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അതേ രീതിയിൽ ഏജിങ് റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് റിസീവബിൾ ആയിട്ടുള്ള എമൗണ്ട് ഡേറ്റ് വൈസ് ഏജ് ചെയ്തിട്ട് എത്ര ദിവസം പഴക്കമുള്ള എമൗണ്ട് ആണ് പെൻഡിങ്, 30 ഡേയ്സിൻ്റെ എക്സ്പയർ ഇതായിട്ടുള്ള അങ്ങനെയുള്ള ഓരോ രീതിയിലും റിസീവബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ഉണ്ട്. അതേപോലെ ട്രയൽ ബാലൻസ് ഉണ്ട്. ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും കുറച്ച് ലോഡിംഗ് ടൈം എടുക്കും. അതേപോലെ ബാലൻസ് ഷീറ്റ്, സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് റിപ്പോർട്ട് എടുക്കാവുന്നതാണ്. ഓരോ സ്റ്റാഫിൻ്റെയും എത്രയാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് PLB കമ്മീഷൻസ്, നമുക്ക് ഏതെങ്കിലും സപ്ലയർക്ക് പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുക്കുന്നത്, അത് നമ്മളിപ്പം ചില കേസിൽ നമ്മുടെ ഏതെങ്കിലും പോർട്ടൽസിൽ നമ്മൾ അഡ്വാൻസ് 1 lakh ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെൻറ്റീവ് ആഡ് ചെയ്ത് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഇൻസെൻറ്റീവായിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളത് ഇൻസെൻറ്റീവായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ആ ബാലൻസ് ക്രെഡിറ്റ് ആവും. അതുപോലെ നമുക്ക് PLB ചിലപ്പം നമ്മുടെ ഗലീലിയോ പോലുള്ള ഏതെങ്കിലും GDS എന്നോ ഏതെങ്കിലും ഒരു കമ്മീഷൻ അല്ലെങ്കിൽ നമുക്കൊരു PLB കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ എമൗണ്ട് അടിച്ച് ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണോ റിസീവ് ചെയ്തിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് പ്രോഫിറ്റിലേക്ക് അത് ആഡായി വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ട്രാപ്പ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. അതോട് കൂടിയിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ അത് ട്രാൻസാക്ഷൻ ചിലപ്പോൾ നമ്മുടെ ബാങ്ക് ചില കാര്യങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. ബാങ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില ചാർജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് മാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതർ ട്രാൻസാക്ഷൻസ്. ഇത്രയും ഫെസിലിറ്റീസാണ് നമ്മുടെ ഈ ട്രാപ്പ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലുള്ളത്. കൂടുതൽ അറിയാനും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെടുക.